എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോട്ടിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി കുറച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം. 8th സെമസ്റ്റർ ഇൻറ്റഗ്രേറ്റഡ് MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് 2022 അഡ്മിഷൻ റെഗുലർ 2020 ആൻഡ് 21 അഡ്മിഷൻ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഇൻക്ലൂഡിംഗ് ലാറ്ററൽ എൻട്രി ഏപ്രിൽ 2026 പരീക്ഷ രജിസ്ട്രേഷൻ മാർച്ച് 30 മുതൽ ഏപ്രിൽ 1 വരെ എന്ത് ചെയ്യാം, ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാം. ഏപ്രിൽ മാസം 4 വരെ ഫൈനോട് കൂടിയും രജിസ്റ്റർ ചെയ്യാം എന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ടൈം ടേബിൾ വരുന്നത് ഏപ്രിൽ 1-നും ഹാൾ ടിക്കറ്റ് വരുന്നത് ഏപ്രിൽ 9-നും പരീക്ഷ ഏപ്രിൽ 16-ന് തുടങ്ങുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ടൈം ടേബിൾ അടുത്തൊരു അപ്ഡേറ്റ് നോക്കും. ടൈം ടേബിൾ ഫോർ 5th സെമസ്റ്റർ CBCSS റെഗുലർ 2023 അഡ്മിഷൻ നവംബർ 2025 എക്സാമിനേഷൻ ഓഫ് 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് MPS ഡിഗ്രി ഇൻ യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. പരീക്ഷ രാവിലെ 10 മണി മുതൽ 1 മണി വരെ, വെള്ളിയാഴ്ച ആകുമ്പോൾ 9 മുതൽ 12 വരെയാണ്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. പരീക്ഷ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠന വകുപ്പിലെ 2023 അഡ്മിഷൻ ഇൻറ്റഗ്രേറ്റ്സ് MPES വിദ്യാർത്ഥികൾ 5ാം സെമസ്റ്റർ 5 ഇയർ ഇൻറ്റഗ്രേറ്റ്സ് ഓഫ് മാസ്റ്റേഴ്സ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. നമ്മളിപ്പോൾ ഈ കാണിച്ച ടൈം ടേബിളിൻ്റെ കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്, പ്രത്യേകിച്ച് വായിക്കാനൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പരീക്ഷ രജിസ്ട്രേഷൻ്റെ കാര്യം തന്നെയാണ്. ഹാൾ ടിക്കറ്റ് നോക്കാം. അഫിലിയേറ്റഡ് കോളേജുകൾ 6ാം സെമസ്റ്റർ ബിരുദം, റെഗുലർ, സപ്ലിമെൻ്ററി, ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ ഹാൾ ടിക്കറ്റും നോമിനൽ റോളും യൂണിവേഴ്സിറ്റി സൈറ്റ് ലഭ്യമാണ്. പാലക്കാട് ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പരീക്ഷാ കേന്ദ്രമായി അപേക്ഷ വിദ്യാർത്ഥികൾക്ക് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലേക്ക് മാറ്റിയതായി ശ്രദ്ധയപ്പെടുന്നു. പാലക്കുന്ന് ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പരീക്ഷാ കേന്ദ്രമായി അപേക്ഷ വിദ്യാർത്ഥികളുടെ പരീക്ഷ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലേക്ക് മാറ്റിയതായി ശ്രദ്ധയപ്പെടുന്നു. ഇത്രയും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ഫോർ വാച്ചിങ്. ബൈ.